ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഡയറ്റ് നിൽക്കുമ്പോൾ എല്ലാവർക്കും പേടി വരുന്നത്. മാത്രമല്ല എല്ലാവർക്കും സംശയമാണ് എന്തൊക്കെയാണ് ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൂടാത്തത്. പല ആൾക്കാരും പല വീഡിയോസ് എനിക്ക് അയച്ചു തരാറുണ്ട്. ഓട്സ് കഴിക്കാൻ പറ്റുമോ, റെഗുലർ ആയിട്ട് ഓട്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ പാല് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, വെള്ളച്ചോറാണോ ബ്രൗൺ റൈസ് ആണോ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ചിക്കൻ ആണോ ബീഫാണോ നല്ലത്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ. എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ബോഡി ബിൽഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ബോയിൽഡ് ചിക്കനോ വൈറ്റ് റൈസോ പിന്നെ വെജീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം. അതല്ല, നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി എന്താണോ കഴിക്കുന്നത് അതൊന്ന് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ കഴിക്കുക. ഇപ്പം എല്ലാവരും ഡയറ്റിനെ കുറിച്ച് ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. ആരുടെ ചോദിച്ചാൽ എനിക്ക് ഡയറ്റ് അയച്ചു തരാവോ, അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഡയറ്റ് എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റിസർച്ച് ചെയ്യത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ആഡ് ചെയ്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. നിങ്ങളൊരു ഡയറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡുകൾ ഒന്ന് ഫിൽട്ടർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ വെച്ച് നിങ്ങൾക്കൊരു ഡയറ്റ് സെറ്റ് ചെയ്യുക. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവൻ സ്നാക്സ് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ നിങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്ത് ഡയറ്റ് സെറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളൊന്ന് മീൽ പ്ലാൻ റെഡിയാക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മീൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ന്യൂട്രീഷൻ കോച്ചസിനെടുത്തോ നിങ്ങൾക്കത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ഇതൊന്ന് ഓക്കെ ആണോ, ഇതെനിക്ക് പറ്റുന്നതാണോ, ഒന്ന് ഫിൽട്ടർ ചെയ്ത് തരാൻ പറയുക. അപ്പൊ അവർ അതിനനുസരിച്ച് ഫിൽട്രേഷൻ നടക്കും. അല്ലാതെ നിങ്ങൾ വേറൊരാളുടെ ഡയറ്റ് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറ്റിന് വേണ്ടി നിങ്ങൾ കടന്ന് ഓടിയിട്ടോ യാതൊരു കാര്യമില്ല. നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ, നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ഫിസിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡിലോട്ട് ഓടി ചെന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ കഴിച്ച്, ഹെൽത്തി ഫുഡുകൾ കഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.